ഞാൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മകനെ കുളിപ്പിച്ചിട്ട് ട്യൂഷന് പോകണം. അപ്പം കുളിപ്പിച്ചിട്ട് അവന് ഭക്ഷണം കൊടുത്തിട്ട് ട്യൂഷന് വിടാനുള്ളൊരു സംഗതിയാണ്. അപ്പോൾ എന്നും കുളിപ്പിക്കാറുണ്ട്. അപ്പം ഇവൻ്റെ നിക്കർ ഊരാൻ പറഞ്ഞിട്ട് ഊരിയില്ല. അപ്പം ഞാൻ ബലം പിടിച്ച് നിക്കർ ഊരിയപ്പം ഇവൻ ബഹളം വെച്ച് കരഞ്ഞ്, തൊടല്ലേ വാപ്പി കരഞ്ഞ്. അപ്പോൾ ഞാൻ എന്ത് പറ്റി മക്കളെന്ന് ചോദിച്ച് ബഹളം വെച്ച്. ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി, കാരണം ചോര പൊടിഞ്ഞു വന്നിരിക്കുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞാൻ അന്നേരം തന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് ആ സമയത്ത് എൻ്റെ കയ്യിലുള്ള അധ്യാപക നമ്പർ ബന്ധപ്പെട്ടപ്പോൾ സ്കൂളിൽ നിന്ന് പോകുന്ന തിരക്കായിരിക്കും, അവർ ഫോൺ എടുത്തില്ല. ഞാൻ നേരെ കൊല്ലം ജില്ലാശുപത്രിയിൽ പോയി. അതിന് വേണ്ട അവന് പ്രാഥമിക ശുശ്രൂഷ കൊടുത്ത് മരുന്നൊക്കെ വെച്ചിട്ട് അവിടുന്ന് തന്നെ റിട്ടേൺ ആയിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി നേരെ കിളിയല്ലൂർ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അധ്യാപകരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ എന്നെ ചെയ്യാൻ പറ്റും? ശരിയില്ലാത്തൊരു കൊച്ചിനെ പിടിച്ച് ബെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് പിൻഭാഗത്തിൻ്റെ നോക്കി അടിക്കുകയാണ് അവർ ചെയ്തത്. എന്ത് വൃത്തിയായിട്ട് സംസ്കാരമാണ് ഇവർ കാണിക്കുന്നത്? അതുപോലെ പോത്തോ പശുവോ എല്ലാണോ? ശരിയില്ലാത്ത കൊച്ച. തീർച്ചയായിട്ടും അയാൾ ഒരുപാട് ചൈൽഡ് ലൈനിലൊക്കെ പരാതി കൊടുത്തു. ഈ ഫുൾ വീഡിയോയിൽ അയാൾ പറയുന്നുണ്ട് ഒരു ദാക്ഷിണ്യവും ഒരു കോംപ്രമൈസിനും ഇല്ല എന്നുള്ളത്, ഒരു പിതാവാണെന്നുള്ളത്. അവരിപ്പോൾ കണ്ട ആ കൊച്ചിന് ട്രോമ ആയിപ്പോയി എന്ന് പറഞ്ഞു. ഈ ധർമ്മസേനക്കാർ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് ഈ പറഞ്ഞ് പേടിച്ച് പെരക്കകത്ത് കയറി. ആ കുട്ടിയുടെ മനസ്സിന് അത് പോവില്ല. ഒരു ഭൂരിഭാഗം ട്രോമകൾ ഇവിടുത്തെ ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. സ്കൂൾ ജീവിതത്തിൽ ഒരുപാട് എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചുമ്മാ ഒരു കാരണമില്ല നമ്മളെ കളിയാക്കുകയും പിന്നെ അടിക്കാണ്ട് ഒടിഞ്ഞ് കൈക്കിട്ട് തല്ലിയിട്ടുണ്ട്. ഒരു കൈ ഒടിഞ്ഞൊരു പ്ലാസ്റ്റർ കെട്ടി കൈക്കിട്ട് ഇതുപോലെ തല്ലിയിട്ടുണ്ട് ഒരു അധ്യാപകൻ. എന്നേന്ന് മാത്രമല്ല, മിക്കവരുടെയും അത് തന്നെ. ഒരുമാതിരി നമ്മൾ ഈ കന്നാലിയൊക്കെ തല്ലി വളർത്തുന്ന പോലെയാണ് ഇത്തരം ആളുകൾ. ഇപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ അവരെ സസ്പെൻഷൻ ചെയ്യരുത്, ഡിസ്മിസ് ചെയ്ത് വിടുക. പണി കഴിഞ്ഞാൽ അവരെ ചിന്തിക്കുക, അവരുടെ ജോലി ഫുള്ളും കളിക്കുക, പെൻഷൻ പോലും കൊടുക്കുക.